പൂജപ്പുര സെൻട്രൽ ജയിലിന്റെ അകം ഇൻസൈഡ് മാത്രമാണിത്. പൂജപ്പുര സെൻട്രൽ ജയിലിന്റെ ഈ മതിൽക്കെട്ടിന് പുറമെ ഏകദേശം ഒരു 39 ഏക്കറോളം ജയിലിന്റെ അനുബന്ധ സ്ഥാപനങ്ങളും ജയിലുമായി ബന്ധപ്പെട്ട മറ്റ് യൂണിറ്റുകളുമൊക്കെയാണ്. ഇതെന്ന് പറയുന്നത് ഏകദേശം സെൻട്രൽ ജയിലിന്റെ ഇൻസൈഡ് പോർഷൻ മാത്രമാണ് ഇതെന്ന് പറയുന്നത്. നമ്മൾ റോഡ് സൈഡിൽ നിന്ന് കാണുമ്പോൾ നമുക്കൊരു ഔട്ടർ ഗേറ്റ് ഉണ്ട്. ആ ഔട്ടർ ഗേറ്റിൽ നിന്നും കയറി ഏകദേശം അകത്തേക്ക് വരുമ്പോൾ 1 കിലോമീറ്ററിനകത്ത് അകത്തേക്ക് വരുമ്പോഴാണ് നമുക്ക് ഈ എൻട്രി പോർഷൻ കാണാൻ സാധിക്കുന്നത്. ആ എൻട്രി പോർഷൻ കയറിയാണ് നിങ്ങൾ ഈ കയറി വന്നത്. അപ്പോൾ എൻട്രി പോർഷൻ അത് മെയിൻ ഗേറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. മെയിൻ ഗേറ്റ്, ആ മെയിൻ ഗേറ്റ് എന്ന് പറയുന്നത് ഇതാണ്. അതാണ് ആ കാണുന്നത്. കയറി വരുന്നൊരു ചെറിയൊരു കിളിവാതിലൂടെയാണ് കയറി വരുന്നത്. അപ്പോൾ അതുവഴി കയറി വരുമ്പോഴത്തേക്ക് രണ്ടാമതൊരു ഗേറ്റ് ഉണ്ട്. അത് ഈ ഭാഗത്താണ്. അതിപ്പോൾ ഓപ്പൺ ചെയ്തിട്ടിരിക്കുകയാണ്. അതിനെ വിക്കറ്റ് ഗേറ്റ് എന്നാണ് പറയുന്നത്. വിക്കറ്റ് ഗേറ്റ്. അത് കഴിഞ്ഞ് നമ്മൾ അകത്തേക്ക് കയറുമ്പോഴത്തേക്കും കാണുന്നത് നേരെ ഒരു ടവറാണ് കാണുന്നത്. ടവർ ഏകദേശം ഇത്രയും പൊക്കം ഒരു 3 നിലയോളം വരുമെങ്കിലും ഏകദേശം ഇതിൻ്റെ പൊക്കം അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 5 നിലയോളമാണ്. ഇതിൻ്റെ മുകളിൽ നിന്ന് കാണുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഓരോ ഭാഗവും വളരെ വ്യക്തമായി കാണാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. മാത്രമല്ല ഇതിൻ്റെ ഒരു മോഡൽ നിർമ്മിതമായിരിക്കുന്നത് ഒരു പാൻ ഒപ്റ്റിക്കൽ മോഡൽ എന്ന രീതിയിലാണ് ഇതിൻ്റെ നിർമ്മിതമായിരിക്കുന്നത്. മാത്രമല്ല ഇതിൻ്റെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഹെക്സഗണൽ വ്യൂവിലാണ്. നമ്മളിങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഡോറിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ഹെക്സഗണൽ വ്യൂ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ 6 ബ്ലോക്കുകളുടെ നിർമ്മാണം എന്ന് പറയുന്നത് ഈ ഓരോ ബ്ലോക്കും മതിലുകളാൽ തിരിക്കപ്പെട്ടിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഒരു ബ്ലോക്കിൽ നിന്ന് മറ്റൊരു ബ്ലോക്കിലേക്ക് ഒരു അന്തേവാസിക്ക് ഡയറക്റ്റ് ഇറങ്ങി പോകാൻ കഴിയാതെ അതിൻ്റെ ഫ്രണ്ടിലൂടെ അതിൻ്റെ മുൻഭാഗത്തൂടെ ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരു കവറിൽ നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥന് കാണാൻ പറ്റുകയും അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടു കൂടി മാത്രമേ ഈ വരുന്ന വ്യക്തിക്ക് മറ്റൊരു ബ്ലോക്കിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ആ ഒരു നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ഹൈലൈറ്റ് നമുക്ക് കാണിക്കാനുള്ളത്. മാത്രമല്ല ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഈ കാണുന്ന 6 ബ്ലോക്കുകൾ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശിക്ഷ വിധിക്കപ്പെട്ട പ്രതികളെ ഇടുന്നതിന് വേണ്ടി, ശിക്ഷ വിധിക്കപ്പെട്ട അന്തേവാസികളെ ഇടുന്നതിന് വേണ്ടിയുള്ള 6 ബ്ലോക്കുകളാണ് ഇവ എന്ന് പറഞ്ഞത്. ഇവയെല്ലാം ഒരു റൂമിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരിക്കുന്നത്. ഒരു റൂമിൽ ഏകദേശം 15 മുതൽ 20 തടവുകാരെ വരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഓരോ റൂമുകളാണ് ഇവ എന്ന് പറയുന്നത്. മാത്രമല്ല ഇതിനകത്ത് അവർക്കുള്ള പ്രാഥമിക ആവശ്യത്തിനുള്ള അറ്റാച്ച്ഡ് ബാത്റൂമും എല്ലാം അറ്റാച്ച്ഡ് ആയിരിക്കും. ഇവിടെ നേരെ കാണുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു ഹോസ്പിറ്റലാണ്. ഈ ഹോസ്പിറ്റൽ ബ്ലോക്ക് എന്ന് പറയുന്നത് ഇവിടെ ഒരു ഹോസ്പിറ്റലാണുള്ളത്. ഈ ഹോസ്പിറ്റലിൽ അലോപ്പതി ആയുർവേദം രണ്ടും ഡോക്ടർമാർ അവൈലബിൾ ആണ്. അവിടുത്തെ അദ്ദേഹത്തിൻ്റെ പ്രിഫറൻസോട് കൂടി നമുക്ക് ഇവിടെയാണ് ഒരു രോഗിയെ പാർപ്പിക്കാൻ പറ്റുന്നത്. രോഗിയായ ഒരു അന്തേവാസിയെ പാർപ്പിക്കാൻ പറ്റുന്നത് ഒരു ഹോസ്പിറ്റൽ ബ്ലോക്കിനാണ്. ഹോസ്പിറ്റൽ ബ്ലോക്ക് കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് കുറച്ച് ഇൻസൈഡിൽ കുറച്ച് ബ്ലോക്കുകളുണ്ട്. 9, 10, 11, 12A, 12B എന്ന് തുടങ്ങിയ ബ്ലോക്കുകൾ എന്ന് പറയുന്നത് അണ്ടർ ട്രയലിലും അതുപോലെ തന്നെ റിമാൻഡ് ആയിട്ടുള്ള പ്രിസണേഴ്സിനെ ഇടുന്നതിന് വേണ്ടിയുള്ള ബ്ലോക്കുകളാണ് ഇവയെല്ലാം. അതിൽ ഹൈലൈറ്റ് ആയി നിൽക്കുന്നത് 10ാം ബ്ലോക്കുകളാണ്. മാനസികമായി അത്ര തൃപ്തികരമല്ലാത്ത ആൾക്കാരെ പാർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ബ്ലോക്കുകളാണ് ഈ 10ാം ബ്ലോക്ക് എന്ന് പറയുന്നത്. 7ാം ബ്ലോക്കിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നൂറ്റാണ്ടുകളായി വനിതകളെ പാർപ്പിച്ചുകൊണ്ടിരുന്ന ബ്ലോക്കുകളാണ് 7ാം ബ്ലോക്കുകൾ എന്ന് പറയുന്നത്. എന്നാൽ 2012 കൂടി അട്ടക്കുളങ്ങര വനിതാ ജയിൽ സ്ഥാപിതമാകൂടി വനിതകളെല്ലാം അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു. നിലവിൽ വൃദ്ധന്മാരെ, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ നേരിടുന്ന വൃദ്ധന്മാരെ സാധാരണ അവരെ സഹായിക്കാനുള്ള ആൾക്കാരൊക്കെയാണ് 7ാം ബ്ലോക്കിൽ കിടക്കുന്നത്. മാത്രമല്ല ഈ 7ാം ബ്ലോക്കിൻ്റെ 8ാം ബ്ലോക്കിൻ്റെയും ഈ മതിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു മതില്, ആ മതിലെന്ന് പറയുന്നത് ബഷീറിൻ്റെ മതിലുകളിൽ പ്രതിപാദിച്ചിരിക്കുന്ന മതിലുകളാണ് ഈ മതിലുകളെന്ന് പറയുന്നത്. അന്നത്തെ കാലത്ത് വനിതകളെ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരുന്നു. ആ കാലഘട്ടത്തിലാണ് ആ കഥ പറയുന്നത്. മാത്രമല്ല ഇത് 8ാം ബ്ലോക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് 8ൻ്റെ പ്രത്യേകത ഇതിനകത്തുള്ളതെല്ലാം ഇരുട്ടറകളാണ്. ഇരുട്ടറകളെന്ന് നമ്മൾ കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 ഡോറുകളാണുള്ളത്. ഒരു ഡോറ് അഴികളാൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതും ഇരുമ്പഴികളാൽ നിർമ്മിക്കപ്പെട്ടുള്ളതും, രണ്ടാമത്തെ ഡോർ നല്ല ശക്തമായ തടി കൊണ്ട് നിർമ്മിക്കപ്പെട്ടുള്ളതുമാണ്. 2 ഡോറും ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ സൂര്യപ്രകാശം അകത്ത് കയറില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അന്നത്തെ കാലത്ത് AKG ഉൾപ്പെടെ മറ്റു പല പ്രമുഖന്മാരും തടവിൽ കഴിഞ്ഞിട്ടുള്ള ഏരിയയാണ്. അതിനാൽ തന്നെ ഇവിടെ ഒരു സെല്ല് AKG സ്മാരകം അഥവാ AKG സെൽ എന്ന പേരിൽ നിലവിലും അത് സ്മാരകമായി കാത്തുസൂക്ഷിക്കുന്നു എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. അതിൻ്റെ ഒരു മാതൃക നമുക്ക് അകത്ത് കാണാൻ സാധിക്കും. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇത് പഴയ ചപ്പാത്തി യൂണിറ്റ് ആയിരുന്നു. നിലവിൽ ചപ്പാത്തി ബ്ലോക്കായി പ്രവർത്തിക്കുന്നു. ചപ്പാത്തിയുടെ പ്രൊഡക്ഷൻ കൂടിയതോടുകൂടി ചപ്പാത്തി യൂണിറ്റായി പുറത്ത് പുതിയൊരു കൗണ്ടർ, പുതിയൊരു ബിൽഡിംഗ് സ്ഥാപിച്ചു. അവിടെയാണ് ഇപ്പോൾ ചപ്പാത്തി യൂണിറ്റായി പ്രവർത്തിക്കുന്നത്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അതിൻ്റെ മറ്റു പ്രത്യേകത ഇത് ഇൻ്റർവ്യൂ ഹാളാണ്, ഇത് വീഡിയോ കോൺഫറൻസ് നടക്കുന്ന ഹാളാണ്, ഇത് ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇതാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നതും ഇപ്പോൾ നിലവിൽ ഉപയോഗിക്കാത്തതുമായ ഒരു ഏരിയയാണ് ഇതെന്ന് പറയുന്നത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്യാലോസ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. എന്താണ് ഗ്യാലോസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വധശിക്ഷ വിധിക്കപ്പെട്ട പ്രതികളെ തൂക്കിലേറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു പോർഷനാണ് ഗ്യാലോസ് എന്ന് പറയുന്നത്. തൂക്കുമരമാണ് ഗ്യാലോസ് എന്ന് പറയുന്നത്. അതെന്താണെന്നും അതിൻ്റെ പ്രവർത്തനം എന്താണെന്നും വളരെ കൃത്യമായി അകത്ത് അതിൻ്റെ ഒരു മാതൃക കാണിച്ചിട്ടുള്ളതാണ്. ഒരു പ്രതിയെ നമ്മൾ ഇതിനകത്തേക്ക് കയറ്റി തൂക്കിലേറ്റി വധശിക്ഷയ്ക്ക് വിധേയമാക്കി കഴിഞ്ഞാൽ അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ജയിലിൻ്റെ മെയിൻ എൻട്രൻസിലൂടെ പുറത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല.
ആയതിനാൽ ഇയാളെ പുറത്തേക്ക് കിടക്കുന്നതിന് വേണ്ടി പുറത്ത് ഈ ഭാഗത്ത് ഒരു ചെറിയൊരു വാതിലുണ്ട്, അതിൽ വഴി മാത്രമേ നമുക്ക് ഇദ്ദേഹത്തെ പുറത്തേക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ. മറ്റൊരു പ്രത്യേകത, ഈ ജയിലിനകത്തുള്ള ഏകദേശം 1200ഓളം തടവുകാരെ വരെ പാർപ്പിക്കാൻ കഴിവുള്ള സെൻട്രൽ ജയിലിന്റെ ഉള്ളിൽ ഏകദേശം എഫ് ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു ബ്ലോക്ക്, അഥവാ കിച്ചൺ ബ്ലോക്ക് എന്ന് വിശേഷിപ്പിക്കുന്ന ഈ ബ്ലോക്ക് എന്ന് പറയുന്നത് ഈ അന്തേവാസികൾക്കെല്ലാം ആഹാരം പാചകം ചെയ്യുന്നതും അവർക്ക് വിതരണം ചെയ്യുന്നതും ഈ ബ്ലോക്കിൽ നിന്നാണ്. ഈ ബ്ലോക്കിൽ 2 കിച്ചണുകളാണുള്ളത്. ഈ 2 കിച്ചണിലും പ്രിപ്പയർ ചെയ്യുന്ന ആഹാരമാണ് എല്ലാ ബ്ലോക്കിലെ അന്തേവാസികളിലും എത്തിച്ചു കൊടുക്കുന്നതും അവർ കഴിക്കുന്നതും. ഈ ആഹാരം ജയിൽ അന്തേവാസികൾക്ക് മാത്രമുള്ളതാണ്. പുറത്തേക്കുള്ള ചപ്പാത്തിയും മറ്റുമെല്ലാം ഉണ്ടാക്കുന്നത് ചപ്പാത്തി യൂണിറ്റും അതുപോലെ തന്നെ കഫത്തേരിയ പോലുള്ള മറ്റു യൂണിറ്റുകളാണ് നമുക്കുള്ളത്. അതിൻ്റെ മറ്റൊരു പ്രത്യേകത, സെൻട്രൽ ജയിലിനോട് ചേർന്ന ജില്ലാ ജയിലാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. സെൻട്രൽ ജയിലിനോട് ചേർന്ന ഈ ജയിലിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 മാസം വരെ തടവ് ശിക്ഷ വിധിക്കുന്ന പ്രതികളെ പാർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ജയിലുകളാണ് ജില്ലാ ജയിലുകൾ എന്ന് പറയുന്നത്. 6 മാസത്തിന് മുകളിലാണ് ശിക്ഷയെങ്കിൽ ആ പ്രതികളെ, ആ അന്തേവാസികളെ നമ്മൾ പാർപ്പിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെൻട്രൽ ജയിലുകളിലാണ്. ഇതിന്റെ പിന്നെ സ്ഥാപന മേധാവി എന്ന് പറയുന്നത് DYSP റാങ്കിലുള്ള ജോയിന്റ് സൂപ്രണ്ടാണ്. ഇവിടുത്തെ സ്ഥാപന മേധാവി എന്ന് പറയുന്നത് SP റാങ്കിലുള്ള സൂപ്രണ്ട് ഓഫ് പ്രിസൺ. എന്നിവയാണ് ഇവിടെ വ്യത്യാസം എന്ന് പറയാനുള്ളത്. 2 ടവറാണ് നമുക്കുള്ളത്. ഒന്ന് നമ്മുടെ മെയിൻ ടവർ, ഒന്ന് ഔട്ടർ വാച്ച് ടവർ. ഇതും ഏരിയ വീക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ഒന്നുകൂടെ പറയുകയാണ്, ഈ 9 ഏക്കറിന്റെ പുറമേ നമുക്ക് മൊത്തം 36 ഏക്കറുണ്ട്. ആ 36 ഏക്കറിലായി പല പല യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ചപ്പാത്തി യൂണിറ്റ്, കഫറ്റേരിയ, പെട്രോൾ പമ്പ്, മാനുഫാക്ചറിംഗ് യൂണിറ്റ്, പ്രസ് തുടങ്ങിയ ഒട്ടനവധി. മാത്രമല്ല ഏകദേശം വയൽ, അതായത് ഒരുപാട് കൃഷിയിടങ്ങൾ വരെ ഈ പറയുന്ന 36 ഏക്കറിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. എന്തോ ആ ഏരിയ ഈ ഭാഗമല്ല, ഇതിന്റെ പുറമെയാണ്. അതിന് പുറത്ത് മതിലുണ്ട്, അതും കവേഡാണ്. മാത്രമല്ല ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയാണ്ട്, ഈ മതിലെന്ന് പറയുന്നത് ഈ മതിൽ മുകൾ ഇലക്ട്രിക്കലി ഫെൻസ്ഡ് ആണ്. ഇലക്ട്രിക്കലി കണക്ട് ചെയ്തിട്ടാണ് ഈ വേലി പോലെ നിർമ്മിച്ചിരിക്കുന്നത്. മുകളിൽ ഫുള്ളി ഇലക്ട്രിക്കലി ഫെൻസ്ഡ് ആണ്. അതാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയാനുള്ളത്. പിന്നെ ഇതിൽ ഈ ഭാഗത്തൊരു ഗണപതി ക്ഷേത്രം വരുന്നുണ്ട്. അതെല്ലാം പുറത്താണ്. അതെല്ലാം ഈ പറയുന്ന 36 ഏക്കർ, ഈ 9 ഏക്കറിന് പുറമെയുള്ള മറ്റു ഭാഗങ്ങളിലാണ് ഇതെല്ലാം വരുന്നത്. ഒരുപാട് കോട്ടേഴ്സുകൾ വരുന്നുണ്ട്. അതെല്ലാം ഇതിന് പുറമെയാണ്. കൃഷിയെല്ലാം വരുന്നതിന്റെ പുറമെയാണ്. അകത്തും കൃഷി ചെയ്യുന്നുണ്ട്. അകത്ത് ചെറിയ തോതിൽ കൃഷി ചെയ്യുന്നുണ്ട്. വഴുതന, വെണ്ടയ്ക്ക പോലുള്ള കൃഷികളെല്ലാം ഈ പറയുന്ന ഭാഗങ്ങളിൽ ചെറിയ പച്ചക്കറികളെല്ലാം കൃഷി ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന അന്തേവാസികൾ തന്നെയാണ് പുറമേ ഇറങ്ങി എല്ലാ യൂണിറ്റുകളിലും പ്രവർത്തിക്കുന്നത്. നമ്മുടെ സെൻട്രൽ ജയിലിലെ അന്തേവാസികൾ തന്നെയാണ്. എന്തോ കിളിവാതിൽ എന്ന് പറഞ്ഞാൽ ഈ കയറി വരുന്ന വാതിലിനെയാണ് നമ്മൾ കുഞ്ഞു പറഞ്ഞത്. അതിന്റെ പ്രത്യേകത അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. തല താഴ്ന്നിരിക്കുക, താഴ്ന്നു വരിക, അത്രേ ഉള്ളൂ ഇതിന്റെ പ്രത്യേകത. ഇല്ല, അങ്ങനെ ഇടിയും അങ്ങനൊന്നുമില്ല. അങ്ങനെയുള്ള നടയടിയൊക്കെ പണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെയുള്ള സാഹചര്യം ഒന്നും തന്നെ നിലവിലത്തെ സിറ്റുവേഷനിൽ അങ്ങനെ ഒരു പ്രതിയെയും അനാവശ്യമായി മർദ്ദിക്കുകയോ അങ്ങനൊന്നും നിലവിലത്തെ കണ്ടീഷനിൽ, നിലവിലത്തെ സാഹചര്യത്തിൽ സെൻട്രൽ ജയിലിനല്ല മറ്റേത് ജയിലിലാലും അങ്ങനൊന്നും നടക്കുന്നില്ല. ഇതൊക്കെയാണ് ഇതിന്റെ മറ്റു പ്രത്യേകതകൾ. മാത്രമല്ല AKG സെല്ല് അഥവാ AKG സ്മാരകം ഉള്ളത് ഈ ഭാഗത്താണ്. അതുപോലെ തന്നെ നമ്മളുടെ ഗ്യാലോസ്, അതുപോലെ തന്നെ ടവർ, പിന്നെ ഈ ഗ്യാലോസിൽ യൂസ് ചെയ്യുന്ന കയർ, അതിനെക്കുറിച്ചെല്ലാം അകത്തേക്ക് പോകുമ്പോൾ അതിന്റെ വ്യക്തമായ മാതൃക നമുക്ക് കാണാൻ സാധിക്കും. ഇരുന്ന് ഹാർഡായി പോയതാണ്. ഇത് പരുത്തിനുള്ളിൽ സെൻട്രൽ ജയിലിൽ തന്നെ ഉണ്ടാക്കുന്ന കയറാണ്. ഇത് നമുക്കിത് കാണാൻ കഴിഞ്ഞത് ഇത് ഉപയോഗിക്കാത്ത കയറായതുകൊണ്ടാണ്. 2019 ആലുവ കൊലക്കേസിലെ ആന്റണിയുടെ വധശിക്ഷ നടപ്പിലാക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ കയറാണ്. എന്നാൽ ആന്റണിയുടെ വധശിക്ഷ ജീവപര്യന്തമായിട്ട് കുറച്ചതിന്റെ ഫലമായി അന്ന് വധശിക്ഷ നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഈ കയർ നമുക്ക് കാണാൻ കഴിഞ്ഞത്. വധശിക്ഷ നടപ്പിലാക്കിയാൽ ആ കയർ കത്തിച്ച് കളയുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒരാളിന് 3 കയറുണ്ടാക്കും. 3 കയറാണ് ഒരാൾ ഉണ്ടാക്കുന്നത്. ഒരു കയറിന്റെ നീളം ഇവിടെ എഴുതിയിട്ടുണ്ട്. 1.5 മീറ്റർ മുതൽ 2 മീറ്റർ വരെയാണ് ഒരു കയറിന്റെ നീളം. അത് ആളിന്റെ ഭാരത്തിനനുസരിച്ചാണ്. ആളിന്റെ ഭാരം കൂടുതലാണെങ്കിൽ കയറിന്റെ നീളം കുറയും. ആളിന്റെ ഭാരം കുറയുന്നതനുസരിച്ച് കയറിന്റെ നീളം കൂടും. 3 കയർ വേണമല്ലോ. അപ്പോൾ ഒരാളിന് 3 കയർ വേണം. അതിൽ 1ാമത്തെ കയർ എക്സിക്യൂഷന്റെ തലേ ദിവസം ആളിന്റെ ഭാരത്തിന്റെ 1.5 ഇരട്ടി ഭാരമുള്ള ഡമ്മി തൂക്കി നോക്കും. എന്നിട്ട് ആ കയർ മാറ്റി വെക്കും. അതിന് പിന്നെ ഉപയോഗമില്ല. 2ാമത്തെ കയർ ഇതുപോലെ കുരുക്കിട്ട് ആളിനെ ഹാങ് ചെയ്യും. 3ാമത്തെ കയർ ഈ 2ാമത്തെ കയറിന് എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചാലോ എന്നുള്ള പ്രിക്കോഷന്റെ പേരിൽ മാത്രം ഉണ്ടാക്കുന്ന കയറാണ്. ആ കയറിനും പ്രത്യേകിച്ച് ഉപയോഗമില്ല. എക്സിക്യൂഷൻ കഴിഞ്ഞ ഉടൻ തന്നെ 3 കയറും കത്തിച്ച് കളയാണ് ചെയ്യുന്നത്. ഈ കയറിന്റെ വണ്ണം എന്ന് പറയുന്നത് 2.5 സെന്റിമീറ്റർ ആണ്. 2.5 സെന്റിമീറ്റർ അതിന്റെ ഡയമീറ്റർ, അതായത് 1 ഇഞ്ചാണ്. പിന്നെ പറയുന്നത് ഈ ലോക്ക് പുതിയ സംവിധാനമാണ്. നേരത്തെ ഇത് കാണുന്ന ഈ കെട്ടിയാണ് ഉപയോഗിച്ചത്. ഈ നമ്മൾ സിനിമയിൽ കാണുമ്പോൾ ഈ കെട്ട് ഇങ്ങനെ വെച്ചിട്ട് ഈ ബാക്കിൽ ഇറക്കുന്നു. പക്ഷെ ജയിലിൽ ചെയ്യുന്നത് ബാക്കിലല്ല ഇത് ടൈറ്റ് ചെയ്യുന്നത്. ലോക്കായാലും കെട്ടായാലും ആളിന്റെ കഴുത്തിന്റെ ഇടത് ഭാഗത്ത് വരണം. ഇവിടെ ഇടത് ഭാഗത്ത് ഈ കെട്ടോ ലോക്കോ ടൈറ്റ് ആയി കഴിഞ്ഞാൽ ആളിന് സൗണ്ട് ഉണ്ടാക്കാൻ കഴിയില്ല, ഒച്ച ഉണ്ടാക്കാൻ കഴിയില്ല, അയ്യോ അമ്മോ എന്നൊന്നും വിളിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇവിടെ തന്നെ ലോക്ക് വരണമെന്ന് പറയാൻ കാരണം. അതായാലും ഇതായാലും ഇവിടെ തന്നെ കെട്ട് വരണം.
സിനിമയിൽ കാണുന്ന പോലെ ബാക്കിലല്ല കെട്ടുവരേണ്ടത്, ഇവിടെയാണ് കെട്ടുക. ആളിന്റെ കഴുത്തിന്റെ ഈ ഭാഗത്താണ് കെട്ടുക, ഇടത് ഭാഗത്താണ് കെട്ടുവരേണ്ടത്. പിന്നെ സിനിമയിൽ മാത്രമേ ഈ ഹാങ് ചെയ്ത ആൾ രക്ഷപ്പെട്ടിട്ടുള്ളൂ. ജീവിതത്തിൽ ഇതുവരെയും ഹാങ് ചെയ്ത ആൾ രക്ഷപ്പെട്ടിട്ടില്ല. ഹാങ് ചെയ്ത് 5 മിനിറ്റ് കൊണ്ട് തന്നെ ആൾ മരിക്കും. എന്നാലും 1 മണിക്കൂറിന് ശേഷം ഡോക്ടർ ഡെത്ത് കൺഫേം ചെയ്തതിന് ശേഷം മാത്രമേ ഇയാളെ പുറത്തു കൊണ്ടുപോകൂ. ആരാച്ചാരെ കുറിച്ച് പറയാം. ഈ ആരാച്ചാരെ കുറിച്ച് ഇപ്പം KR-മീരയുടെ നോവലിലൊക്കെ ആരാച്ചാരെ കുറിച്ചൊക്കെ കേരളത്തിലുള്ള ആളുകൾ കൂടുതലായിട്ട് വായിക്കാൻ തുടങ്ങി. ആരാച്ചാരെ കുറിച്ചൊക്കെ ആരാച്ചാറ് മുമ്പ് ആരാച്ചാർ എന്നൊരു പോസ്റ്റ് ജയിലിലുണ്ടായിരുന്നു. ഇന്ന് അത് അത്രയും ഫ്രീക്വന്റ് ആയിട്ട് വധശിക്ഷ നടപ്പിലാക്കാത്തത് കൊണ്ട് ആരാച്ചാറിന്റെ പോസ്റ്റ് ഇപ്പൊ ആവശ്യമില്ല. കോൺട്രാക്ട് ബേസ് അന്നേരം ഒരു നോട്ടിഫിക്കേഷൻ വരുന്നു, ആരാച്ചാറുടെ ആവശ്യമുണ്ട്. അപ്പോൾ ആവശ്യമുള്ളപ്പോൾ ഇന്റർവ്യൂവിന് വരുന്നു. അപ്പോൾ എക്സ്പീരിയൻസ് വേണ്ട, അത് ഇന്റർവ്യൂവിന് വരുമ്പം അവരുടെ മാനസികാവസ്ഥയെല്ലാം പരിശോധിച്ചതിന് ശേഷം എഴുതുന്നു. അവർക്കുള്ള റിമ്യൂണറേഷനാണ് 2 ലക്ഷം രൂപയാണ് ഒരു കൊല ചെയ്ത ഒരാളിനെ എക്സിക്യൂഷൻ നടപ്പിലാക്കുന്നതിനുള്ള റിമ്യൂണറേഷൻ 2 ലക്ഷം രൂപയാണ് ഇപ്പോൾ സർക്കാർ നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഒരു 4-5 വർഷത്തിന് മുമ്പ് ഒരു ഇത് ഇന്റർവ്യൂ നടന്നപ്പോഴേ PGയും പിന്നെ ഡോക്ടറേറ്റ് എടുത്ത ആൾക്കാർ വരെ അവിടെ ഇന്റർവ്യൂവിന് വന്നതായിട്ട് വാർത്തയൊക്കെ ഉണ്ട്. വലിയ വലിയ ഫ്ലാഷ് ന്യൂസൊക്കെ ഉണ്ട്. ഈ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള ആളുകളെ തൂക്കിക്കൊല്ലുന്ന സ്ഥലമാണ്, അതിനെ ഗാൽ ഹൗസ് എന്നാണ് പറയുന്നത്. സാധാരണഗതിയിൽ സെൻട്രൽ ജയിലുകളിലാണ് ആളുകളെ തൂക്കിക്കൊല്ലുന്നത്. അവിടെയാണ് ഇതുപോലുള്ള കഴിമരം അല്ലെങ്കിൽ ഗാൽ ഹൗസ് ഉള്ളത്. കണ്ണൂർ സെൻട്രലിലാണെങ്കിൽ ഒരേ സമയം 2 പേരെ തൂക്കിക്കൊല്ലാനുള്ള സൗകര്യമുണ്ട്. പൂജപ്പരയിലും വിയൂരും അതിനുള്ള സൗകര്യമില്ല. ഒരാളെ മാത്രമാണ് തൂക്കിക്കൊല്ലാൻ കഴിയുക. ഒരാളെ തൂക്കിക്കൊല്ലണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഒരുപാട് പ്രോസസ്സ് കടന്നതിന് ശേഷമായിട്ട് അവസാനം രാഷ്ട്രപതിയും ദയാഹർജി തള്ളിക്കഴിഞ്ഞാൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഒരാളെ തൂക്കിക്കൊല്ലുന്ന ഒരു സ്ഥിതിയിലേക്ക് പോവുക. അപ്പോൾ ഈ തൂക്കിക്കൊല്ലുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തുന്നതിന് തൊട്ടു മുമ്പായിട്ട് മജിസ്ട്രേറ്റ് ബ്ലാക്ക് വാറണ്ട് പുറപ്പെടുവിക്കും. അതായത് ഒരാളെ തൂക്കിക്കൊല്ലാനുള്ള വാറണ്ടാണ് അനുമതി കൊടുത്തുകൊണ്ടുള്ള വാറണ്ടാണ് ബ്ലാക്ക് വാറണ്ട് എന്ന് പറയുന്നത്. അപ്പം ബ്ലാക്ക് വാറണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ജയിൽ ഡിപ്പാർട്ട്മെന്റ് ആരാച്ചാർ അന്വേഷിക്കും. സാധാരണഗതിയിൽ ജയിൽ ഡിപ്പാർട്ട്മെന്റിന് അതാരില്ല, ആരാച്ചാറില്ല. അതുകൊണ്ട് തന്നെ വെളിയിൽ സാധാരണഗതിയിൽ അന്വേഷിക്കുകയാണ് ചെയ്യുന്നത്. ഈ അടുത്ത കാലത്ത് ആലുവ കൂട്ടക്കൊല കേസ് കേട്ടിട്ടുണ്ടാവും. ആലുവ കൂട്ടക്കൊല കേസ് ആന്റണിയില്ലേ, അപ്പോൾ ആന്റണിയെ തൂക്കിക്കൊല്ലാനുള്ള എല്ലാ ഇടപാടും ആയതാണ്. അതായത് ബ്ലാക്ക് വാറണ്ട് വരെ പുറപ്പെടുവിച്ചപ്പോഴത്തേക്കും ജയിൽ വകുപ്പ് ആരാച്ചാർ അന്വേഷിച്ചു. പണ്ട് കാലത്താണെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നാണ് ആളുകൾ വന്നുകൊണ്ടിരുന്നത്. ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളാണ് ഈ ആരാച്ചാറായിട്ട് വന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ അവരാരും വരുന്നില്ല. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്കും പത്രത്തിൽ എന്ത് ചെയ്തു, പരസ്യം കൊടുത്തു. പത്രത്തിൽ പരസ്യം കൊടുത്തപ്പോഴത്തേക്ക് ഏകദേശം 1500 അടുപ്പിച്ചിട്ടുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ അപേക്ഷ ജയിൽ വകുപ്പിന് നൽകി. അപ്പോൾ അതിനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു റെമ്യൂണറേഷൻ കൊടുക്കും. കാരണം 2 ലക്ഷം രൂപയാണ് ഒരാളെ തൂക്കിക്കൊന്ന കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് പേര് ഇതിനകത്തേക്ക് വന്നത്. പക്ഷേ നിർഭാഗ്യവശാലോ ഭാഗ്യവശാലോ തൂക്കിക്കൊല്ലാനായിട്ട് ആളെ ആവശ്യമായിട്ട് വന്നില്ല. കാരണം രാഷ്ട്രപതി എന്ത് ചെയ്തു, ദയാഹർജി രാഷ്ട്രപതി എല്ലാ തരത്തിൽ രാഷ്ട്രപതിയും ദയാഹർജി തള്ളതിന് ശേഷം പാർലമെന്റ് സമിതി വഴി ഇയാൾ കൊടുത്ത് അതിനെ സ്വീകരിച്ചിട്ടാണ് എന്ത് ചെയ്തത്, ഇയാളെ വധശിക്ഷയിൽ നിന്ന് എന്ത് ചെയ്തു, ഒഴിവാക്കി കൊടുത്തു. അല്ലെന്നുണ്ടെങ്കിൽ തൂക്കായിരുന്നു. ഈ അവിടെ ഇരിക്കുന്ന കയറെന്ന് പറയുന്നത് അയാളെ തൂക്കാനായിട്ട് വെച്ചിട്ടുള്ളതാണ്. സാധാരണഗതിയിൽ തൂക്കിക്കഴിഞ്ഞാൽ കരിയിച്ച് കളയാണ് ചെയ്യുന്നത്. അപ്പോൾ അയാളെ തൂക്കാൻ പറ്റാത്തത് കൊണ്ട് അതിപ്പോൾ ഇവിടെ കാണാൻ പറ്റിയെന്നുള്ളതാണ്. അപ്പോൾ ഈ തൂക്കുന്നതിന് മുമ്പായിട്ട് അയാളുടെ ബോഡിക്കും ബോഡി വെയിറ്റിന് ആനുപാതികമായിട്ട് മണൽച്ചാക്ക് എന്ത് ചെയ്യും, മണൽച്ചാക്ക് ഇട്ട് അതിനേക്കാളും വെയിറ്റ് കൂടിയ ഇതാണ് കെട്ടിത്തൂക്കി ഏകദേശം 2-3 മണിക്കൂർ വരെ ഇട്ട് അതിൻ്റെ ആ കയറിൻ്റെ ഉറപ്പ് ശരിയായി ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ആ തൂക്കാനായിട്ട് ആ കയറെടുക്കുന്നത്. പിന്നെ ഈ തടിയുണ്ടല്ലോ, തടി ഈ PWന്റെ എഞ്ചിനീയർ എന്ത് ചെയ്യും, 4 ദിവസത്തിലായിരിക്കും വന്നിട്ട് എന്ത് ചെയ്യും, ഇതിൻ്റെ തടിയുടെ ഈ കഴിമരത്തിൻ്റെ അതിൻ്റെ ശക്തിയും പരിശോധിക്കും. അപ്പോൾ ഈ തൂക്കിക്കൊല്ലുന്നതിൻ്റെ അന്ന് രാവിലെ സൂപ്രണ്ട് അയാളുടെ സെല്ലിൽ ചെന്നിട്ട് അയാൾ ചെയ്തിട്ടുള്ള കുറ്റം എന്താണെന്നുള്ളത് വായിക്കും. അപ്പോൾ അവിടെ കിടക്കുന്ന ആളൊരു ബംഗാളിയാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിലാണ് എന്ത് ചെയ്യണം, സൂപ്രണ്ട് വായിക്കുക. അപ്പോൾ ആ ബംഗാളിയിലേക്ക് ആ ഭാഷയിലേക്ക് എന്ത് ചെയ്യും, ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കും. വായിക്കും. ജഡ്ജിമെന്റ് ഇയാൾ വായിച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നത്, അപ്പോൾ ഒരു ട്രാൻസ്ലേറ്റർ ആയിട്ടുള്ള ഒരാളെ അവിടെ കൊണ്ടുവന്ന് അയാളെ ബോധ്യപ്പെടുത്തും, നിങ്ങളെ ഇന്ന കാരണം കൊണ്ട് നിങ്ങളെ തൂക്കിക്കൊല്ലുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ അവിടെ നിന്ന് നടത്തിച്ചു കൊണ്ടുവന്ന് ഇതുപോലെ കഴിമരത്തിൽ കയറ്റി ആരാച്ചാറാണെന്ന് ചെയ്യുന്നത്, ഈ കഴുത്തിൽ കുരുക്കിടുന്നത്. ഈ കുരുക്കിടുന്നതിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇടതുവശം മുറുകുന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, കുരുക്കിടുന്നത്. കാരണം ഹൃദയം
ഭാഗത്തിൽ നിന്നും എന്താണ് ഇടത് ഭാഗം വഴി തലച്ചോറിലേക്ക് പോകുന്ന വെയിന് മുറുകി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, തലച്ചോറ് പെട്ടെന്ന് നശിക്കുകയും ബ്രെയിൻ ഡെഡ് സാധ്യമാവുകയും ചെയ്യും. അതുകൊണ്ട് ഇടതുവശം മുറുകുന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, കുടുക്കിടുന്നത്. അപ്പോൾ ഇതുപോലെ കൊണ്ടു നിർത്തിയതിന് ശേഷം എന്താണ് സൂപ്രണ്ടാണ് ആംഗ്യം കാണിക്കുക, തൂക്കാൻ വേണ്ടിയിട്ടുള്ള ആംഗ്യം കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ലിവർ എന്ത് ചെയ്യും, ലിവർ വലിക്കും. ലിവർ വലിച്ച് ഏകദേശം 1 മണിക്കൂറോളം എന്ത് ചെയ്യണം, ഇയാളെ ഹാങ് ചെയ്തിട്ട് ജയിലിലെ ഡോക്ടർ എന്താണ് പരിശോധിച്ചിട്ട് എന്താണ് പൾസൊന്നും ഇല്ലെങ്കിൽ മാത്രം എന്ത് ചെയ്യും, അഴിക്കും. ഈ തീഹാർ ജയിലിൽ എന്താണ് ഒരു ഇരട്ട സഹോദരന്മാരെ തൂക്കിയപ്പോഴത്തേക്കും അതിലൊരു സഹോദരൻ എന്താണ് പൾസ് ഉണ്ടായിരുന്നു, 1 മണിക്കൂറിന് ശേഷവും പൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ ജയിലിലെ ജീവനക്കാർ വന്ന് അയാളെ കാലെ പിടിച്ച് എന്താണ് വലിച്ച് താഴോട്ട് ആക്കി അയാളെ കഴുത്ത് മുറുകിച്ച് വധശിക്ഷ നടപ്പിലാക്കിയാണ്. കാരണം അഴിഞ്ഞു വീണാലോ അയച്ചതിന് ശേഷം എന്താണ് ഇയാൾക്ക് പൾസ് ഉണ്ടെങ്കിൽ പിന്നെ എന്താണ് വധശിക്ഷയിൽ നിന്ന് അയാളെ ഒഴിവാക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അതങ്ങനെ ചെയ്തത്. അതിനുശേഷം ഇയാളെന്താണ് പുറത്തേക്ക് എടുത്തിട്ട് എന്താണ് ഈ ജീവനോടെ മാത്രമേ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു പ്രതി എന്താണ് മെയിൻ ഗേറ്റ് വഴി പോകാൻ പാടുള്ളൂ എന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ മരിച്ച ആളെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു വാതിലുണ്ട്. ആ വാതിൽ വഴി ഇയാൾ എന്താണ് ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ നേരത്തെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല, പക്ഷേ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം കൂടെ നടത്തിയാണ് എന്ത് ചെയ്യുന്നത്, ഇയാൾ വിട്ടുകൊടുക്കുന്നു. ആരെ ഏറ്റെടുക്കാനില്ലെന്നുണ്ടെങ്കിൽ ഇയാൾ ഏത് മതത്തിൽപ്പെട്ടിട്ടുള്ള ആളാണോ അതനുസരിച്ചിട്ട് എന്താണ് ജയിൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സംസ്കാര ചടങ്ങുകൾ നടത്തി തീർക്കുകയാണ് ചെയ്യുന്നത്. അല്ല, ഒന്നുകിൽ തീഹാറിലൊക്കെ ആണെങ്കിൽ ജയിൽ വളപ്പിനകത്താണ് എന്ത് ചെയ്യുന്നത്, ഈ ഇയാളെ അഫ്സൽ ഗുരുവിനൊക്കെ അതിനകത്ത് തന്നെയാണ്. കാരണം വെളിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്യൂ ആവുമെന്ന് കരുതിയിട്ട് വിട്ടുകൊടുക്കുന്നത് തന്നെ എന്താണ് ഒരു പ്രത്യേക നിയമത്തിന്റെ അടിസ്ഥാനം. അതായത് ആളുകൾ ഉണ്ടാകാൻ പാടില്ല, കലാപം ഉണ്ടാക്കാൻ പാടില്ല, വെള്ളമൊന്നും ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ള നിബന്ധന വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇഷ്യൂ ഒന്നും ഉണ്ടാകാൻ പാടില്ല നിബന്ധന വെച്ചുകൊണ്ടാണ് ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്നത്. കേട്ടില്ലേ, അവസാന ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ആഗ്രഹം സാധിച്ചു കൊടുക്കും. ഇല്ല, അതിന് മുമ്പായിട്ട് തന്നെ എന്താണ് മുമ്പായിട്ട് തന്നെ എക്സിക്യൂട്ടീവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ എന്താണ് അത് ചോദിക്കും. അപ്പോൾ ആരെയാണ് കാണാൻ, ഇപ്പോൾ മോഹൻലാലിനെ കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് മോഹൻലാലിനായിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്യും. മോഹൻലാലിനെ ജയിൽ വകുപ്പ് എന്ത് ചെയ്യും, കൊണ്ടുവരും, കാണിക്കുകയും ചെയ്യും.